മക്കളെ, ഇതാ 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറി. നമ്മുടെ നിഞ്ച ബാച്ചിൽ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പം ഇപ്പോഴും കുറേ കുട്ടികളുടെ മുന്നിൽ വരുന്നത് 8ൽ നിന്ന് 9ലേക്ക് വന്നു, പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് മാറി വന്നതിൻ്റെ കുറേ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സിലബസ് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും കോൺസെപ്റ്റുകളും ഒക്കെ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ 9ാം ക്ലാസ്സുകാർക്ക് ഒന്ന് നോക്കി പഠിക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കംപ്ലീറ്റ് മാറിയ സിലബസുകൾ, ഇപ്പോൾ ബയോളജിൻ്റെ കേസ് എടുത്തോട്ടെ, ഏതൊരു ചാപ്റ്റേഴ്സ് ഏതൊരു സബ്ജക്റ്റിനെ നമ്മൾ എടുത്താലും കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കുമ്പോൾ ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയിലും നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ്, അതായത് സൈലത്തിൻ്റെ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്കും അനലൈസ് ചെയ്ത് പഠിച്ച അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 9ാം ക്ലാസ്സിൽ ആനുവൽ എക്സാം വരെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പലരും ചോദിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ഏതോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കോൺസെപ്റ്റ് നല്ലോണം പഠിച്ച് കോൺസെപ്റ്റിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 9ാം ക്ലാസ്സിലെ ടോപ്പിക്സുകൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡാണ്, ഇങ്ങനെ പരന്ന് കിടക്കാണ് കടൽ പോലെ. അപ്പോൾ അതിനെ ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചാലേ നിങ്ങൾക്ക് ഇപ്രാവശ്യവും നല്ലോണം പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. കഴിഞ്ഞ വർഷമാണെങ്കിലും നിഞ്ച ബാച്ചിലെ സ്റ്റുഡൻസിന് ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാനും നല്ല മാർക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യമാണ് നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സസിലേക്കും നമ്മുടെ കോണ്ടന്റ് വീഡിയോസ്, പേർ വീഡിയോസിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ ബാച്ചിൽ ലഭിക്കുന്നതാണ്. ഓരോ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ബയോളജീൻ്റെ കാര്യം എടുത്താൽ തന്നെ നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 പാർട്ട് തന്നെ ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്യാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ച് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം 9ാം ക്ലാസ്സിലെ ബയോളജി അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് കൂടിയാണ്. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ 10ലേക്ക് വരുമ്പം ഇത് പഠിച്ച് മനസ്സിലാക്കിയാലേ 10ലേക്ക് കയറുമ്പോഴുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം വേണ്ടത് കോൺസെപ്റ്റ് നല്ല തറവാക്കുക എന്നുള്ളതാണ്. ആ മോഡൽ ഓഫ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിലബസിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നിഞ്ച ബാച്ച് ഉണ്ട്. നിങ്ങൾ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വിളിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓരോ തവണ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു വർഷത്തെ അല്ലേ ഉള്ളൂ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും കിട്ടാതെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഫുൾ ഗ്യാരണ്ടീഡ് ആണ്. സോ വെൽക്കം ടു നിഞ്ച ബാച്ച്. അടിപൊളിയാക്കി നമുക്ക് സെറ്റാക്കാം. സോ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട.